ഓണം എത്താൻ ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. ഓണപ്പൊട്ടന്റെ വേഷവിധാനങ്ങൾ ഒരുക്കുന്നതിന്റെ അവസാന മിനുക്ക് പണികളിലേക്ക് പേരാമ്പ്രയിലെ KC ദാസനും കുടുംബമൊക്കെ കടന്നിട്ടുണ്ട്. വിഷുവോടുകൂടി അവസാനിക്കുന്ന തെയ്യക്കാലം പുനരാരംഭിക്കുന്നത് ഓണത്തിന് ശേഷമാണ്. കർക്കിടകത്തിന്റെ വറുതിയിൽ നിന്ന് ചിങ്ങത്തിന്റെ സമൃദ്ധിയിലേക്ക് ക്ഷണിക്കുകയാണ് ഓണപ്പൊട്ടൻ. ചിങ്ങമാസത്തിലെ ഉത്രാടം മുതലാണ് ഓണപ്പൊട്ടൻ പ്രജകളെ സന്ദർശിക്കാൻ എത്തുന്നത്. അതിനാൽ ഒരാഴ്ച മുൻപ് ഇതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കും. ഓലക്കുട, കുടമണി, തിരുമുടി, ചാമരം, ചെന്നിമലര്, തലപ്പാളി, ചെക്കിത്തണ്ട, കാണി, ചുവപ്പ്, മുന്നാക്ക്, കച്ചിക്കര, ഉറുക്കുംപടിയും, ചീപ്പ്, വെള്ളിപ്പോള, തോൾമാറാപ്പ് എന്നിവയാണ് ഓണപ്പൊട്ടന്റെ അലങ്കാരങ്ങൾ. ഇതിൽ ഓലക്കുട വർഷം തോറും മാറ്റേണ്ടതുണ്ട്. ഓണപ്പൊട്ടൻ ഒരിക്കലും കാല് നിലത്തുറപ്പിക്കില്ല. താളം ചവിട്ടുകയും ഓടുകയും ചെയ്തുകൊണ്ടേയിരിക്കും. ദക്ഷിണയായി അരിയും പണവുമാണ് ലഭിക്കാറ്. ഉത്രാടവും തിരുവോണവും 2 ദിവസം ഓണേശ്വരന്റെ വേഷം ധരിച്ച് ഞങ്ങൾ എല്ലാ വീടുകളിലും കയറി ഇറങ്ങും. വീട്ടിൽ നിന്ന് ദക്ഷിണ തരും, നായേരി നിറച്ചു വെക്കും. അത് വാങ്ങി ജനങ്ങൾക്ക് അനുഗ്രഹം വച്ചു കാലങ്ങളായിട്ട് ഞങ്ങളുടെ പാരമ്പര്യമായി പോയില്ല. ഓണം തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് തന്നെ കുറച്ച് ദിവസം മുന്നേ തന്നെ തുടങ്ങും ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങളാണ്. പിന്നെ 2 ദിവസം പ്രജകളെടുത്തായി 3-ാമത്തെ ദിവസമാണ് ഞങ്ങൾക്ക് ഓണം ഉണ്ടാകുക. ഓണം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഓണത്തിന് ഓണം നന്നാലും ഉത്രാടവും തിരുവോണത്തിനല്ല. 41 ദിവസം വ്രതമെടുത്ത് ചിട്ടയോടെയാണ് ഓണപ്പൊട്ടൻ തെയ്യം ഇറങ്ങുക. ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിച്ചാണ് വ്രതാനുഷ്ഠാനം. ഉത്രാടം നാളിൽ പുലർച്ചെ പിതൃക്കൾക്ക് കലശം വെച്ച് പൂജയും നടത്തിയാണ് തെയ്യം വീടുകളിലേക്ക് എത്തുക. ആടയാഭരണങ്ങളും വേഷവും ഒരുക്കി അവർ ഉത്രാടത്തിനായി കാത്തിരിക്കുകയാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.